ഇതാണ് ഒരു ഡാർക്ക് സീനാണല്ലോ. ഞാനൊരു അനാഥനാണ്. ആഹാ, അച്ഛനമ്മ ഇല്ലേ? അച്ഛനും അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങള് കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. ചേട്ടൻ 2 കല്യാണം കഴിച്ച അതിൽ 4 മക്കളുണ്ട്. അല്ല പിന്നെ എങ്ങനെ അനാഥനാവുന്നത്? അല്ല, ഞാൻ 42 വയസ്സായാലും കല്യാണം കഴിക്കാത്ത ഒരു അനാഥനാണ്. സിംഗിൾ പസംഗ. മണിക്കുട്ടൻ ചേട്ടൻ ചിലപ്പോ എന്റെ വിഷമമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എനിക്ക് 42 ആയിട്ടില്ല. അല്ല, എനിക്ക് 42 ആയി, അതുകൊണ്ടാണ്. കാരണം ഈ സിംഗിൾ പസംഗ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് ചിരിയായിരിക്കും. കാരണം രാവിലെ എണീക്കുമ്പോ എടിച്ചോട കുട്ട, ഗുഡ് മോർണിംഗ് മുത്തേ, ഫുഡിയോ, എല്ലാം പോയിട്ട് രാത്രി എന്താണ് ഇട്ട് കിടക്കുന്നത്, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്, അറിയാവോ? സ്നേഹിക്കുന്ന പെണ്ണിന്റെ ആദ്യത്തെ അക്ഷരം ഞാൻ സ്റ്റാച്ചു അടിച്ചു വെക്കും. ടാറ്റു. അങ്ങനെ ടാറ്റു അടിച്ചടിച്ചടിച്ച് വെച്ചു. ഇപ്പൊ ഇതാ അവസ്ഥ. എന്തത്? ഒരു മിനിറ്റ്, ഒന്നുകൂടെ കാണിച്ചേ. എലീനാന്നോ? എന്ത് സംഭവം? അല്ല, ഇതെങ്ങനെ സംഭവിച്ചെന്താ? അതായത് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് എലിസബത്ത്, രണ്ടാമത്തെ ലെന, മൂന്നാമത്തെ ഇന്ദു, നാൻസി, അശ്വതി, എല്ലാം കൂടി ചേർന്ന് ഇപ്പൊ ടാറ്റു അടിച്ചു വന്നപ്പോ എലീനെന്നാ. ഇപ്പൊ ജോത്സ്യം പറഞ്ഞേക്കുന്ന ഇത് എല്ലാം ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളോട് ദ്രോഹം ചെയ്യുന്നതിനേക്കാളും ഈ കുട്ടി എവിടെയുണ്ടോ അവളെ കല്യാണം കഴിച്ച് ദ്രോഹം ചെയ്യാൻ, അല്ലല്ല കല്യാണം കഴിച്ച് അവളോടൊത്ത് ജീവിക്കാനാണ് ജോത്സ്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനാണ് വന്നത്. ഓക്കെയാണ്, നല്ല എല്ലാവരും കൂടി പറഞ്ഞൊന്ന് സമ്മതിപ്പിച്ചു തരാം. നല്ല selection അല്ലേ ഏട്ടാ? അല്ലെ, അവന്റെ ജീവിതം തീരുമാനമാക്കാനുള്ള എല്ലാ അല്ലേ? മ്യൂസിക് പ്രണയം പറ്റില്ല. ഇവിടെ നിനക്ക് മനസ്സിലാ ചേട്ടാ, ഇതിപ്പോ പല പെണ്ണുങ്ങളുടെ പേര് എഴുതിയല്ലേ ഇത് വന്നത്? അല്ല അല്ല, അങ്ങനെ എഴുതിയതാണെങ്കിൽ എന്റെ മനസ്സിൽ ഇതങ്ങ് പതിഞ്ഞു പോയി ചേട്ടാ. ഒന്ന് പറയട്ടെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? 42 വയസ്സായി, ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ആരെങ്കിലും തപ്പി പിടിച്ച് തരാം. എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ കെട്ടണം എന്നാണോ? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അത് എനിക്ക് പ്രശ്നമാണ്. അല്ല, പുള്ളിയുടെ കൈ പോലും ഇങ്ങനെ ഇല്ല കേട്ടോ, എലീനാന്നില്ല. ഇല്ല, രോഹിത്തിന്റെ കയ്യിലുണ്ടോ? പറ. ഫോണിൽ പോലും സേവ് ചെയ്തിട്ടില്ല. അപ്പോഴാ അത് നടക്കത്തില്ല. രോഹിത്തിന്റെ വീട്ടുകാരൊക്കെ ഇത് ഷോ കാണുന്നതാണ്. അവരെന്ത് വിചാരിക്കും? അവര് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും.